കൂടെയുണ്ടേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവനെന്നും കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട്, എന്നുര ചെയ്തവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിനം കൂടെ തന്നല്ലോ. നന്ദിയപ്പാ, നന്ദി നന്ദി കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്ക് വേണ്ടി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ ഞങ്ങളെ കരം പിടിച്ച് നടത്തിയതാ ജീവനും ഭക്തിക്കും വേണ്ടുന്ന നന്ദി ഞങ്ങളെ പോഷിപ്പിച്ച ദൈവമാ, ഉള്ളം നിറഞ്ഞ് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം വരാമായിരിക്കുന്ന സകലവിധ ആപത്തിൽ നിന്നും, അപകടത്തിൽ നിന്നും, രോഗദുഃഖാദികളിൽ നിന്നും, പകർച്ചബാധകളിൽ നിന്നും അടിയങ്ങളെ വിടുവിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഞങ്ങളുടെ പോക്കിലെ വരവിലെ വാഹനയാത്രയിലെ വഴിയാത്രയിലെ ജോലികാര്യങ്ങൾ വിശ്രമവേളകളിലൊക്കെയും ആ സ്വർഗീയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സമർപ്പിക്കുക കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു, അവരുടെ ഭാവിയെ ഏൽപ്പിക്കുന്നു, അവരുടെ ജോലിയെ ഏൽപ്പിക്കുന്നു, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു, ദാനമായി തന്ന കൊച്ചു കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളായിരിക്കുന്ന ദേശമേൽപ്പിക്കുന്നു, ഞങ്ങൾ വാർക്കുന്ന ഭവനമേൽപ്പിക്കുന്നു. എല്ലാം കർത്താവിൻ്റെ ദാനമായി എല്ലാം സമ്പൂർണ്ണമായി ഞങ്ങളുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരിക കർത്താവേ. ഞങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയം തരണമേ, സ്തോത്രം ചെയ്യാൻ സഹായിക്കണമേ. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുന്നിടത്ത വചനമാ. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന നന്മകളെ, ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ദിനംതോറും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അനേകായിരങ്ങൾ അലമുറയിട്ട് കരയുമ്പോൾ ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുവാൻ, അവർക്കൊരു ആശ്വാസമായി തീരുവാൻ, അവർക്കൊരു കൈത്താങ്ങായി തീരുവാൻ തക്കണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അവിടങ്ങളിൽ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അപ്പോൾ അവിടുത്തെ കൃപയും കൂട്ടും സ്നേഹവും സാന്നിധ്യമില്ല എങ്കിൽ ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല കർത്താവേ. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് എൻ്റെ കർത്താവേ. ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന ഓരോ മക്കളുമുണ്ട്. അവരെ തിരുമുൻപാകെ കൊണ്ടുതരിക, ഞങ്ങളെ ഒന്നുപോലെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, ബുദ്ധിയും ജ്ഞാനവും നൽകണമേ, ജയത്തോടെ അവരെ നടത്തണമേ. ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, മെഡിസിന് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു കൊള്ളുമാറാകണമേ. OITയും IELTSും പഠിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. പ്രൊമറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പൈതങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജർമ്മൻ പഠിക്കുന്ന മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കൊതിയോടെ കാത്തിരുന്ന് പ്രയത്നിക്കുമ്പോൾ അവരുടെ പ്രയത്നങ്ങളൊന്നും നഷ്ടമായി പോകാൻ സമ്മതിക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം അവരെ ജയത്തോടെ നടത്തി അവരുടെ ലക്ഷ്യസ്ഥാനത്തവരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കൊണ്ടെത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ടടിയൻ പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും പരീക്ഷകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം എൻ്റെ സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ഭംഗിയായ ഒരു പരീക്ഷ എഴുതി നല്ല വിജയം കരസ്ഥമാക്കാൻ ഒപ്പച്ചനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തോണേ, സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. ജോലി ചെയ്യുന്ന മക്കളെ ആരോഗ്യത്തിൽ സൂക്ഷിക്കണമേ, എല്ലാ കാര്യവും നന്നായി ചെതിർപ്പാൻ കൃപ കൊടുക്കണമേ. ഏറി പ്രതിഫലം കൊണ്ടെത്ത് മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കണമേ അപ്പാ. കുടുംബജീവിതത്തിലായിരിക്കുന്ന സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് സമാധാനത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ എൻ്റെ ദൈവമായ കർത്താവേ. വിവാഹപ്രായം കഴിഞ്ഞ് മക്കൾക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് സഹായിക്കണമേ കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന
സഹായിക്കുന്ന മക്കളെ അവിടുന്ന് കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കൾക്കായി സ്തോത്രം ചെയ്തത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഇടയാക്കണമേ. ഭവനമില്ലാത്ത മക്കൾക്ക് വേണ്ടി സ്വർഗം കരുതിക്കൊള്ളുമാറാകണമേ. അപ്പാ ഹല്ലേലൂയ. കർത്താവേ, കടഭാരമുള്ള മക്കളെ സഹായിക്കണമേ. പൊന്നുകരമെന്ന് നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന മക്കൾക്ക് മാനസാന്തരം നൽകണമേ കർത്താവേ. അപ്പാ, കുഞ്ഞുങ്ങളൊക്കെയും ഹല്ലേലൂയ വിളേശമായ വിധത്തിൽ ഹല്ലേലൂയ ആയിരിക്കുന്നു. ഫോണിന് അടിമപ്പെട്ടവർ, കൂട്ടുകാർക്ക് അടിമപ്പെട്ടവർ, മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ, അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങളൊക്കെ ഉണ്ട് കർത്താവേ. പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. സ്വർഗം മനസ്സലിവ് കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഭാവിയെക്കുറിച്ചൊരു ബോധം കൊടുത്ത് ഈ നാളുകളിൽ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകത്തായിരുന്നപ്പാ, ഞങ്ങളുടെ രോഗികളെല്ലാം സൗഖ്യത്തോടെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയുടെ അകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, ശരീരത്തിൽ നീർക്കെട്ടും വേദനയുമുള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവർ, കർത്താവെ സ്തോത്രം, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ, എൻ്റെ കർത്താവെ ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, കർത്താവെ മാനസികമായ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്നവർ, തമ്പുരാനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. കാഴ്ചയും കേൾവിയുമില്ലാത്ത മക്കൾ, കൈകാലുകൾക്ക് ചലനമില്ലാത്തവർ, കിടക്കയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരെയൊക്കെ തിരുമുൻപാകത്തരുന്നു. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. അങ്ങൊന്ന് തൊട്ടേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തൈറോയിഡ് ഉള്ളവരുണ്ട്, അലർജി ഉള്ളവരുണ്ട്, ആസ്മ രോഗികളുണ്ട്, കർത്താവ് ത്വക്കുസംബന്ധമായ രോഗമുള്ളവരുണ്ട്. എല്ലാവരെയും പൊന്നപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തും. ആണിപ്പഴുതുള്ള കരമൊന്ന് വയ്ക്കും. അത് ഉച്ച മുതൽ ഉള്ളംകാൽ വരെ ഒന്ന് തലോടും. ഗിലിയാദിലെ സുഗന്ധക്കുഴമ്പുമായി കടന്നു വരും. ഞങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവ്, ഞങ്ങൾ ഓജസ്സും തേജസ്സുമുള്ളവരായി തീരും. ഞങ്ങൾ സൗഖ്യം പ്രാപിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തും. മാറ്റമില്ലാത്ത സാക്ഷ്യം പറയാൻ ഓരോ ജീവിതങ്ങളെയും ഒരുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. വേർപാട്ട് ദുഃഖത്തിലായിരിക്കുന്നു ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നു. സ്വർഗം അവരെ സംരക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. പുതുവയസ്സിലൊക്കെ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേശത്തോട് മനസ്സറിയണമേ. ഞങ്ങളുടെ രാജ്യങ്ങളോട് മനസ്സറിയണമേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. എൻ്റെ സ്വർഗത്തിലെ ദൈവമായ കർത്താവേ, ഹല്ലേലൂയ ഭരണകൂടങ്ങളെ സമർപ്പിക്കുകയാ. ആമേൻ. ആത്മാർത്ഥതയോടെ ദൈവകൃപയോടെ ഭരിക്കുവാൻ ഓരോ മക്കളെയും സഹായിച്ചു കൊള്ളുമാറാകണമേ. ഞങ്ങളുടെ സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുകയാ. പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ദേവാലയങ്ങളെ സമർപ്പിക്കുകയാ. അതിൻ്റെ നടുവിലുള്ള ആവശ്യ ഭാരങ്ങളെ സമർപ്പിക്കുന്നു. സ്വർഗം സഹായിക്കണമേ. കലവറ തുറക്കണമേ. അവിടുന്ന് ഞങ്ങളെ മാനിക്കണമേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും തന്ന് ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കണം. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. എൻ്റെ കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ വിദൂര രാജ്യങ്ങളിൽ ആമേൻ നാടും വീടും വിട്ടായിരിക്കുമ്പോൾ മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടപ്പാ. നീ അവർക്ക് നല്ല മാതാവായി പിതാവായി കൂടിയിരുന്ന ആലോചന പറഞ്ഞു കൊടുത്തവരെ സഹായിച്ചു കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.